കൊല്ലം നഗരത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന IT വ്യവസായ കോറിഡോറുകൾക്ക് സ്ഥലം അന്വേഷിച്ച് സംസ്ഥാന സർക്കാർ. ധനമന്ത്രി KN ബാലഗോപാൽ കൊല്ലം നഗരസഭയുടെ കുരീപ്പുഴ ചണ്ടി ഡിപ്പോ ഉൾപ്പെടുന്ന സ്ഥലം സന്ദർശിച്ച് സാധ്യത വിലയിരുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. കൊല്ലം വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങൾ IT കോറിഡോറും വ്യവസായ കോറിഡോറുമാണ് സർക്കാരിന്റെ പരിഗണനയിൽ. കൊല്ലം കുരിപ്പുഴയിലെ കോർപ്പറേഷന്റെ 7 ഏക്കർ ഭൂമി പദ്ധതിക്കായി പരിഗണിക്കും. പദ്ധതി സർക്കാർ കോർപ്പറേഷനുമായി സഹകരിച്ചാവും നടപ്പിലാക്കുക. വിഴിഞ്ഞം തുറമുഖം വന്നതോടെ കൊല്ലത്തിന്റെ വികസനത്തിനും വലിയ സാധ്യതകൾ തുറക്കപ്പെട്ടു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ വ്യവസായ യൂണിറ്റുകൾക്കും ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കും സാധ്യതയേറെയുണ്ടെന്ന് മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കര, പുനലൂർ, നമ്മുടെ ഈ മേഖലയിലെല്ലാം ധാരാളം വ്യവസായങ്ങൾ വരാം. കാരണം ഒരു കപ്പലിൽ 25,000 കണ്ടെയ്നർ കയറ്റാവുന്ന കപ്പൽ വരാവുന്ന തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സൈസാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലേക്ക് ഫുഡ് പ്രോസസ്സിങ്ങും അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്യവസായങ്ങൾ വരാം. പിന്നെ ഉൽപ്പാദനം പല മേഖല, ഇലക്ട്രോണിക്സ് ആവാം, IT ആവാം. പല കമ്പനികളും ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോൺ നമ്മൾ സ്ഥാപിക്കും. അതിൻ്റെ ചില സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണല്ല, എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോണാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത വരാവുന്ന സ്ഥലങ്ങളാണ്. കൊല്ലത്ത് ചെറിയ തുറമുഖമുണ്ട്, ബാക്കി അനുബന്ധമായ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമായ പശ്ചാത്തല സൗകര്യമാണ്, ഭൂമിയാണ്, അതിനുള്ള റോഡ് സൗകര്യങ്ങളാണ്. അത് കൊല്ലം നഗരത്തിന് അത്തരം പശ്ചാത്തലമുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജോലിക്ക് എടുക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരുണ്ട്. ലോകത്താകെ ഇവിടുന്നുള്ള ആളുകൾ പലതരത്തിൽ വാണിജ്യത്തിലും വ്യവസായത്തിലും ഉണ്ട്. അവരെയൊക്കെ സഹകരിപ്പിച്ചിട്ട് കൊല്ലം ഡെവലപ്മെൻറ്റിന് ഒരു പ്രത്യേക സ്കീം തന്നെ തയ്യാറാക്കും. കുരിപ്പുഴ ചണ്ടി ഡിപ്പോയിലുള്ള ഭൂമി സർക്കാരും കോർപ്പറേഷൻ ചേർന്നുള്ള സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിന് വിട്ടു നൽകുമെന്ന് കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് പറഞ്ഞു. ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇവിടെയാകെ 15 ഏക്കറാണുള്ളത്. ഇതിൽ 7 ഏക്കർ KSIDCക്ക് നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ നടപ്പാക്കിയില്ല. അതിനാൽ ഈ ഭൂമി തിരിച്ചേറ്റെടുക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും കൊല്ലം മേയർ പറഞ്ഞു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.